അപ്രോക്സിമേറ്റ്ലി ഒരു 30,000 രൂപേൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എങ്കിലും ഈ പാസ്റ്റ് 2.5 ഇയേഴ്സിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഐ നോ ഈ പെട്ടി സാധനങ്ങൾ കാണുമ്പോഴത്തേക്കും എൻ്റെ അമ്മ അടുത്തത് എന്നെ വീട്ടിൽ കയറ്റില്ല എന്ന്. ഇറ്റ്സ് ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ വട്ടം വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും വണ്ടിക്കൂലിക്ക് ഒരു 500 രൂപ അമ്മേനോട് ചോദിക്കുമ്പോഴത്തേനും അമ്മ പറയും, എന്തേ എന്നെ ഇത്രയും കാലം പണിയെടുത്ത് നിൻ്റെ കയ്യിൽ ഒരു 5-ൻ്റെ പൈസ എടുക്കാനില്ലേന്ന്. എങ്ങനെ എടുക്കാനുണ്ടാവാനാ? ഓരോരോ പ്രോഡക്റ്റ് കാണുമ്പോഴത്തേനും എനിക്കത് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ത്വര. അപ്പം ഞാനതില്ലാത്ത പൈസ മുടക്കി ഞാനത് വാങ്ങും. എൻ്റെ ഒരു ഓയിലി സെൻസിറ്റീവ് സ്കിന്നാണ്. എനിക്കറിയാം ചില പ്രോഡക്റ്റ്സ് എനിക്ക് സൂട്ടാവില്ല എന്ന്. എനിക്കൊരു പ്രോപ്പർ സ്കിൻ കെയർ റൊട്ടീൻ ഉണ്ട്. ഞാൻ ചില പ്രോഡക്റ്റ്സ് ഒക്കെ നല്ല എനിക്ക് വർക്കൗട്ട് ആവും. അപ്പം ഞാനത് ഇങ്ങനെ റെക്കറൻ്റായിട്ട് ഒരു 2-3 ബോട്ടിൽസ് ഒക്കെ വാങ്ങിച്ച് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആയിരിക്കും പുതിയ പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് യൂസ് ചെയ്ത് നോക്കാനുള്ള ത്വര. അപ്പം ഞാനത് വാങ്ങിച്ച് അതിൻ്റെ ഇടയ്ക്ക് കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേനും എൻ്റെ സ്കിന്നത് റിയാക്റ്റ് ആവും. എനിക്കതിന് കാരണം കൊണ്ട് കുറേ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അൺഈവൻ സ്കിൻ ടോൺസും എല്ലാം കൊണ്ടും എൻ്റെ മുഖം മൊത്തത്തിൽ പ്രശ്നമായിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ കോസ്മെറ്റോളജിസ്റ്റിനൊക്കെ കാണിച്ച് ഒരു പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ റൊട്ടീൻ സെറ്റാക്കി ഞാൻ എൻ്റെ സ്കിന്ന് റിവേർട്ട് ചെയ്ത് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന ഈ കോലത്തിലിട്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. സോ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ മിസ്റ്റേക്ക് ഞാൻ ചെയ്തു, പിന്നെ എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് എനിക്ക് വർക്കൗട്ട് ആയത്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. എല്ലാം കൂടെ ഈ ഒരു വീഡിയോനകത്ത് പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റില്ല. ബാക്കിയുള്ളതൊക്കെ ഞാൻ പാർട്ട് 2 വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അതിലുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.